യഥാർത്ഥത്തിൽ മനസ്സിന് രൂപാന്തരം വന്നുവോ എന്നറിയുവാൻ എന്താണ് ഒരു മാർഗം? മാനസാന്തരം അഭിനയിക്കുവാൻ കഴിയുമോ? മുറ്റിയ മാനസാന്തരം 3 മാസമെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ട്. മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന പലരുടെയും ജീവിതത്തിൻ്റെ ഗതി കണ്ടിട്ടായിരിക്കാം ഈ പറച്ചിലുണ്ടായത് എന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മാനസാന്തരം? അതെങ്ങനെ തെളിയിക്കാൻ കഴിയും? അതെങ്ങനെ സത്യസന്ധമായി നിലനിർത്താം? പലരും ആത്മരക്ഷയും മാനസാന്തരവും ഒന്നാകുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. ആത്മരക്ഷ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ. എന്നാൽ മാനസാന്തരം എപ്പോഴും സംഭവിക്കേണ്ട ഒന്നാകുന്നു. മനസ്സിനുണ്ടാകുന്ന രൂപാന്തരമാകുന്നു മാനസാന്തരം. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുവാൻ കഴിയുമ്പോഴാണ് മനസ്സ് രൂപാന്തരപ്പെടുന്നത്. ദൈവപുത്രൻ ഈ ഭൂമിയിൽ പ്രസംഗിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ പ്രസംഗത്തിൻ്റെ ആദ്യ വാക്ക് തന്നെ മാനസാന്തരപ്പെടുവീൻ എന്നത്രേ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ദൈവത്തിൻ്റെ ദൂതറിയിച്ച എല്ലാവരുടെയും വിഷയം ഇതുതന്നെയായിരുന്നു. ബൈബിളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ പ്രസംഗകരും മാനസാന്തരത്തിന് ഇത്രയധികം ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണമുണ്ട്. സകല ദൈവാനുഗ്രഹങ്ങളും ഒരു വ്യക്തിയിലേക്ക് എത്തുന്ന ഒരു ചോർപ്പ് പോലെയാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. മനസ്സിന് യഥാർത്ഥ രൂപാന്തരം ഉണ്ടായെന്നാൽ അവിടെ മുതൽ ദൈവാനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് ഒഴുകിയെത്തുന്നത് കാണാവുന്നതത്രേ. അങ്ങനെ ഒരു രൂപാന്തരം വരാത്തിടത്തോളം നാം ദൈവത്തിന് എന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം അർത്ഥശൂന്യമായിരിക്കും എന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാണ് കർത്താവായ യേശു പ്രസംഗിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്, മാനസാന്തരപ്പെടുവീൻ എന്ന്. അതിൻ്റെ അർത്ഥം സ്വർഗരാജ്യത്തിലെ സകല അനുഗ്രഹങ്ങളും നിന്നിലേക്ക് ചൊരിയുവാൻ തയ്യാറായി നിൻ്റെ അരികിലുണ്ട്. മാനസാന്തരപ്പെട്ട് അത് സ്വന്തമാക്കുക എന്നത്രേ. ദൈവം കാണുന്നത് പോലെ ഓരോന്നും കാണുവാൻ കഴിയുമ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. മാനസാന്തരം എന്നാൽ സകല വിധത്തിലും എല്ലാ നിലയിലും സംഭവിക്കുന്ന രൂപാന്തരമാകുന്നു. അത് ബാഹ്യമല്ല, ആന്തരികമാകുന്നു. ഞാൻ ചിന്തിക്കുന്ന വിധം, ഞാൻ കാണുന്ന വിധം, ഞാൻ അനുഭവിക്കുന്ന വിധം ആന്തരിക മാറ്റമുണ്ടാകുകയാണ്. മാനസാന്തരം മാറ്റത്തിലേക്ക് നയിക്കുകയല്ല, മാറ്റം തന്നെയാകുന്നു മാനസാന്തരം. ഒരുവനിലുള്ള പാപം അത് ആയിരിക്കുന്നത് പോലെ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ചുള്ള അഗാധ ദുഃഖത്താൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാകുന്നു യഥാർത്ഥ മാനസാന്തരം. സത്യമാനസാന്തരം സംഭവിച്ച ഒരുവനോട് ഇനിയും ചെയ്യേണ്ടതെന്തെന്നോ അതൊക്കെ, അതായത് വേറെ ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നോ പറയേണ്ടതില്ല. അവനത് തിരിച്ചറിയാം. ഒരുവനിലുണ്ടാകുന്ന സമൂലമായ മാറ്റമത്രേ സത്യമാനസാന്തരം. മനസ്സും വികാരങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം മാറും. അങ്ങനെ സംഭവിച്ചാൽ മറ്റുള്ളവർ അത് തിരിച്ചറിയും. ഇന്ന് നാം പഠിക്കുന്ന ഭാഗത്ത് സത്യമാനസാന്തരത്തിൻ്റെ അടയാളങ്ങൾ വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സത്യമാനസാന്തരത്തിൻ്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ. 2 കൊരിന്ത്യർ 7-ന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ഭാഗമെടുത്താട്ടെ. കൊരിന്ത്യ ലേഖനം, അതെ, 2 കൊരിന്ത്യർ 6-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. 7-ാം അധ്യായത്തിൽ ദൈവിക ആശ്വാസം എന്ന വിഷയം തന്നെയാണ് നാം കാണുന്നത്. തൻ്റെ ഹൃദയത്തിൽ താൻ അനുഭവിക്കുന്ന അത്ഭുതകരമായ ദൈവിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ഒരു പശ്ചാത്തലമായി കൊരിന്തിലുണ്ടായിരുന്ന ദുർനടപ്പുകാരനായ ഒരു വ്യക്തിയെ ഓർമ്മിക്കണം. അവൻ്റെ
രണ്ടാനമ്മയുമായി അവനുണ്ടായിരുന്ന അവിശുദ്ധ ബന്ധം സഭ അത് വേണ്ട വിധം കൈകാര്യം ചെയ്തില്ല. ഇത് ഗൗരവമായി എടുത്ത് കൈകാര്യം ചെയ്യണമെന്ന് തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ സഭയെ പൗലോസ് ഉത്ബോധിപ്പിച്ചിരുന്നു. ഈ രണ്ടാം ലേഖനം എഴുതുമ്പോൾ സഭ അത് വേണ്ട വിധം കൈകാര്യം ചെയ്തു കഴിഞ്ഞിരുന്നു. കുറ്റം ചെയ്തവൻ അനുതപിച്ച് തിരിച്ചു വരികയും ചെയ്തു. തീത്തോസ് വിശദമായ ഒരു റിപ്പോർട്ട് പൗലോസിന് സമർപ്പിച്ചിരുന്നു. ഇക്കാര്യമാണ് 1-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലുള്ള വാഗ്ദത്തങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാം അവനെ അനുസരിച്ച് നടന്നാൽ ദൈവം നമുക്ക് പിതാവും നാം അവൻ്റെ മക്കളും ആകും എന്ന വാഗ്ദത്തം. രക്ഷ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രതിപാദ്യം. ദൈവം പിതാവായി നമ്മോട് ഇടപെടണമെങ്കിൽ നാം വിശുദ്ധ ജീവിതം നയിക്കണം എന്നത്ര ഇവിടെ പറയുന്നത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചപ്പോൾ ദൈവം എന്നെ അംഗീകരിച്ചു. ഞാൻ അവിടുത്തെ മകൻ തന്നെയാണ്. എന്നാൽ ഒരു പിതാവ് തൻ്റെ പുത്രനോട് ഇടപെടുന്നത് പോലെ എന്നോട് ഇടപെടണമെങ്കിൽ ഞാൻ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. വളരെയേറെ അനുസരണം കെട്ട മകനുള്ള ഒരു പിതാവ് പറഞ്ഞത്, എൻ്റെ മകനോടെന്ന പോലെ അവനോട് ഇടപെടുവാനും അവനെ കരുതുവാനും എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അവൻ എന്നിൽ നിന്നും അകന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. അവൻ എന്നോട് എതിർത്ത് നിൽക്കുന്നു. അവനൊരു പിതാവായിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ഈ പറഞ്ഞ മനുഷ്യൻ ആ കുട്ടിയുടെ പിതാവാണ്. എന്നാൽ ഒരു പിതാവിനെ പോലെ അവിടെ പ്രവർത്തിക്കുവാൻ അവന് സാധിക്കുന്നില്ല. ഇതുപോലെയാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. ഒരു പിതാവ് മകനോട് ഇടപെടുന്നത് പോലെ നമ്മോട് ഇടപെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ എത്ര സ്നേഹവാനായ അത്ഭുതവാനായ ഒരു പിതാവാകുന്നു എന്ന് നമ്മിൽ അനേകർക്കും അനുഭവം കൊണ്ടറിയില്ല എന്നതാണ് വാസ്തവമില്ലേ? ഒരു നല്ല പിതാവായിരിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മോട് ഇടപെടുവാൻ നാം അവനെ അനുവദിക്കാറില്ല എന്നതാണ് വാസ്തവം. അതൊന്ന് മാറ്റുവാൻ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? പൗലോസ് പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും കന്മഷവും നീക്കുക, എല്ലാ അശുദ്ധിയും നീക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മെ എങ്ങനെ ശുദ്ധീകരിക്കാം? നമ്മുടെ മനസാക്ഷിയെ കുറ്റവിമുക്തമാക്കുവാൻ നമുക്ക് തന്നെ സാധ്യമല്ല. അതിൻ്റെ കറ തുടച്ചു നീക്കാൻ നാം അശക്തരാണ്. ദൈവം ഇത് സാധിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ രക്തത്താൽ. പാപമോചനം ക്രിസ്തുവിൻ്റെ രക്തത്താൽ ലഭിച്ചു എങ്കിലും എല്ലാ ദിവസവും ഹൃദയശുദ്ധീകരണം ആവശ്യമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് 17-ാം വാക്യം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഇന്ന് ഏറ്റവും അധികം വെണ്മ നൽകുവാൻ കഴിയുന്ന പലതിനെക്കുറിച്ചുമുള്ള വളരെയേറെ പരസ്യങ്ങൾ കാണാറുണ്ടല്ലോ. എന്നാൽ ലോകത്തിലേക്ക് നല്ല സോപ്പ് ദൈവവചനമാകുന്നു. അത് നമ്മെ വാസ്തവത്തിൽ വെടിപ്പാക്കും. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. വേറെ എവിടെ ചെന്നാലും ഇത് സാധ്യമല്ല എന്ന് മറക്കരുത്. പൗലോസ് പറയുന്നു, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണമെന്ന്. എല്ലാ പാപവും ദൈവം മുൻപാകെ കന്മഷം അല്ലെങ്കിൽ അശുദ്ധമാണ് എന്നോർക്കണം. അങ്ങനെയെങ്കിൽ ജഡത്തിലെ അശുദ്ധിയും ആത്മാവിലെ അശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജഡത്തിലെ അശുദ്ധി നാം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങളാണ്. ഇത് അശുദ്ധമായ മോഹങ്ങൾ, കടിഞ്ഞാണിടാത്ത ആഗ്രഹങ്ങൾ, മദ്യപാനം, അഴിഞ്ഞാട്ടം, അങ്ങനെ പലതും ജഡത്തിലെ പാപങ്ങളാണ്. ഇവ വൃത്തികെട്ട കാര്യങ്ങളാണ്. ജഡത്തിലെ പാപങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യവും വിലയും മാന്യതയും ഒക്കെ നൽകുന്ന ഒരു ലോകത്തിലാണ് താങ്കളും ഞാനും ജീവിക്കുന്നതെന്ന കാര്യം മറക്കരുത്. ഇതൊക്കെ ചെയ്യാത്തവരാണ് മോശക്കാർ എന്ന് സമൂഹം കരുതുന്നു. ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് സമൂഹത്തിന് മദ്യത്തോടുള്ള മനോഭാവം. മദ്യം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് മിക്ക ആളുകളും ചോദിക്കാറുണ്ട്. തങ്ങളുടെ ആശയത്തെ പിന്താങ്ങുവാൻ ബൈബിൾ പോലും ഉപയോഗിക്കുന്നവരാണ് അധികവും. ഇത് ഒന്നാന്തരം പരസ്യങ്ങളിലൂടെ മനുഷ്യൻ്റെ തലച്ചോറിൽ എത്തിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യത്തക്കവണ്ണമാകുന്നല്ലോ ഇന്ന് പരസ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു സിഗരറ്റിൻ്റെ പരസ്യം കണ്ടത് ഇപ്രകാരമായിരുന്നു: വിവരമുള്ള, വിജയാളിയായ, പക്വത വന്ന ഒരു മനുഷ്യൻ
ഈ സിഗരറ്റ് വലിക്കുന്നു. നമ്മുടെ നാട്ടിൽ പിന്നെ മദ്യത്തിൻ്റെ അധികം പരസ്യങ്ങൾ ഇല്ലാത്തതും കാര്യമായി. ഈ മദ്യത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരെ പോലെ ആണത്വം ഇല്ലാത്തവർ മറ്റാരാണ്? ഭയമാകുന്നു അവരെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടിയൊളിക്കുവാനുള്ള ശ്രമം. അതേ സുഹൃത്തെ, താങ്കൾ ഈ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നുകളുടെയോ പിടിയിലാകുന്നു എങ്കിൽ ഒരല്പം ചിന്തിക്കൂ. താങ്കളുടെ ഈ ദുഷിച്ച സ്വഭാവത്താൽ കണ്ണുനീര് കുടിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? താങ്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരെ തെറ്റിദ്ധരിച്ചല്ലേ ഈ വികൃതി കാട്ടുന്നത്? പല മാതാക്കളും സഹോദരിമാരും കുഞ്ഞുങ്ങളും ഈ വിഷയം കാണിച്ച് എനിക്ക് എഴുതുന്ന കത്ത് കണ്ണുനീരോടെ മാത്രമേ വായിക്കുവാൻ സാധിക്കൂ. നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്നും വിടുവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് സാധിക്കും സുഹൃത്തെ. ജഡത്തിലെ കന്മഷം, അതെ, വളരെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. വിശുദ്ധിയില്ലാത്ത ജീവിതം ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് നാം മറക്കരുത്. നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ ലൈംഗികാസക്തി യുവജനങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിന് ജഡത്തിലെ കന്മഷമാകുന്നു ഇത്. ദൈവം താങ്കളുടെ പിതാവായിരിക്കണമെങ്കിൽ ഇതൊക്കെ വർജിക്കണം. ആത്മാവിലെ കന്മഷം എന്തെന്ന് നമുക്ക് നോക്കാം. കുശുകുശുപ്പ്, സഹോദരൻ്റെ നേരെയുള്ള അപവാദ പ്രചരണം, അഹങ്കാരം, താൻ ഏതാണ്ടായി എന്നുള്ള ചിന്ത, അത്യാഗ്രഹം, അതെ, ഇതൊക്കെ ആത്മാവിലെ കന്മഷമാകുന്നു. കുടിക്കരുത്, വലിക്കരുത്, ചീട്ട് കളിക്കരുത് എന്നൊക്കെ പറയുന്ന ദൈവദാസന്മാർ പോലും തങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. ആരെക്കുറിച്ചും എന്തു വേണമെങ്കിലും ഏത് സ്ഥാനത്തും പ്രസ്താവിക്കും. ആത്മാവിലെ കന്മഷമാകുന്നു അത്. ഒടുവിലായി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്നു. കുറെ കൂടി വ്യക്തമായി ഗ്രഹിക്കുവാൻ എബ്രായ ലേഖനം 12 അധ്യായത്തിൻ്റെ 13, 14 വാക്യങ്ങളിൽ നാം കാണുന്ന ഭാഗം വായിക്കണം. അവിടെ നാം വായിക്കുന്നു, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ക്രിസ്തുവാണ് എൻ്റെ നീതി, അവൻ തന്നെ എൻ്റെ വിശുദ്ധി. നാം അനുകരിക്കേണ്ട മാതൃക അവൻ തന്നെ. ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ ആഗ്രഹിക്കുക. 2-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവീൻ. ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല. പൗലോസിന് ഇവിടെ പറയുവാൻ സാധിക്കുന്നത് താൻ ആരോടും അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നത്രേ. കണ്ണിൽ കണ്ടതിനെല്ലാം പണം പിരിക്കുവാനല്ല പൗലോസ് അവരുടെ അടുത്തേക്ക് വന്നത്. ഒരു വലിയ പങ്ക് പ്രസംഗകർക്ക് അങ്ങനെ പറയുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. നമ്മുടെ സഭകളിൽ പണം ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നത് ഒരു വാസ്തവമാണ്. സംഘടനകളിലും ഇത് സത്യമാണ്. പിന്നെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് കൊടുക്കുന്നവർക്ക് അറിയണമെന്നുമില്ല എന്ന് തോന്നുന്നു. ഒന്നുകിൽ ശല്യം ഒഴിയാൻ കൊടുക്കും, അല്ലെങ്കിൽ പുണ്യം കിട്ടാൻ ധർമ്മം കൊടുക്കുന്നത് പോലെ കൊടുക്കും. ഇങ്ങനെയുള്ള മനോഭാവത്തോടെ കൊടുക്കുന്നതിനെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുവാൻ സാധ്യമല്ല എന്ന് മറക്കരുത്. ദൈവവേലയ്ക്ക് വേണ്ടി പണം കൊടുക്കുക എന്നാൽ താങ്കൾ നിക്ഷേപിക്കുകയാണ്. നിക്ഷേപം ഒരിക്കലും നമുക്ക് തോന്നിയിടത്തും ശല്യമൊഴിയാനും ഒന്നും നാം കളയുകയില്ല. നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണത്. അതിൻ്റെ പരമാവധി പ്രയോജനമുണ്ടാകുവാൻ നാം വേണ്ടത് ചെയ്യും. ഈ വിഷയത്തെക്കുറിച്ച് നാം അടുത്ത അധ്യായങ്ങളിൽ ചിന്തിക്കുന്നതാണ്. നാം ശേഖരിക്കുന്ന പണം ഏത് ആവശ്യത്തിനു വേണ്ടി വാങ്ങിയോ അതിന് തന്നെ അത് വിനിയോഗിക്കണം. മാറ്റം മറിച്ചിലുകൾ ഒന്നും പാടില്ല. തന്ന ആളുകളോട് വിശ്വസ്തത പാലിക്കണം. താൻ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, കുറ്റം വിധിപ്പാനല്ല ഞാനിത് പറയുന്നത്, ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കൊരിന്തിലെ വിശ്വാസികളെ പൗലോസ് സ്നേഹിച്ചിരുന്നു. അവന് തൻ്റെ ഹൃദയത്തിൽ വാസ്തവത്തിൽ അവരോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ?
എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാലാം വാക്യത്തിൽ നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രശംസ വലിയത്. ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. താൻ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്, ആശ്വസിക്കുന്നു. കാരണം അടുത്ത വാക്യങ്ങൾ പറയുന്നു, 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ മക്കദോന്യയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിനൊട്ടും സുഖമല്ല, എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവൻ്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെക്കൊണ്ട് ലഭിച്ച ആശ്വാസത്തിലും കൂടെ. നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ഇത് വളരെ മനോഹരമായിരിക്കുന്നില്ലേ? പൗലോസ് പറഞ്ഞിരിക്കുന്നതിനെ അഭിനന്ദിക്കുവാൻ ഇതിൻ്റെ പശ്ചാത്തലം പഠിച്ചാൽ നമുക്ക് സാധിക്കും. ഒരു കാര്യം ഓർക്കേണ്ടത്, തൻ്റെ ആദ്യത്തെ ലേഖനത്തിലൂടെ വളരെ കർക്കശമായിട്ടാണ് പൗലോസ് അവരോട് ഇടപെട്ടത്. അവൻ അവരെ ശിശുക്കളെന്നും ജഡീകരെന്നുമൊക്കെ അന്ന് വിളിച്ചു. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നികൃഷ്ടമായ അസാൻമാർഗികത്വം പൗലോസ് ചൂണ്ടിക്കാണിച്ചു. അതിനെ കൈകാര്യം ചെയ്യുവാനും നീക്കിക്കളവാനും പൗലോസ് ആജ്ഞാപിച്ചു. പൗലോസ് നിർദ്ദേശിച്ചതുപോലെ അവർ അതിനെ കൈകാര്യം ചെയ്തു. തീത്തോസ് ഫിലിപ്പിയിൽ വന്നപ്പോൾ അവൻ നല്ലൊരു വാർത്തയുമായിട്ടാണ് വന്നത്. കൊരിന്തിലെ സഭ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തു എന്നും കുറ്റക്കാരനായിരുന്ന മനുഷ്യൻ അനുതപിച്ച് യഥാസ്ഥാനപ്പെട്ടു എന്നും ഉള്ള വാർത്ത പൗലോസ് അറിഞ്ഞു. തുടർന്ന് പൗലോസ് രണ്ടാമതൊരു കത്തെഴുതി. അവർ ആ മനുഷ്യനോട് ക്ഷമിക്കണമെന്നും ആ മനുഷ്യൻ ദുഃഖത്തിൽ മുഴുകാതിരിക്കാൻ അയാളെ ആശ്വസിപ്പിക്കണമെന്നുമായിരുന്നു ആ കത്ത്. അയാളെ കൂട്ടായ്മയിലേക്ക് തിരികെ എടുക്കണം എന്ന് പൗലോസ് വ്യക്തമാക്കി. അവൻ എഫെസോസ് വിട്ട് ത്രോവാസിലേക്ക് പോയി. അവിടെ അവൻ കാത്തിരുന്നു. പക്ഷേ തീത്തോസ് വന്നില്ല. അവിടെ അവൻ സ്വയം കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞതുപോലെ കഠിനമായൊരു കത്തെഴുതുവാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ പോകേണ്ടിയിരുന്നു. അവിടെ നിന്നും അവൻ ഫിലിപ്പിയിലേക്ക് പോയി. അവിടെയാണ് തീത്തോസ് അവനെ കണ്ടുമുട്ടിയതും കൊരിന്തിലെ റിപ്പോർട്ട് നൽകിയതും. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും തോന്നിക്കാണും, ചേടാ, ഞാൻ ചിന്തിച്ചത് ഈ ബൈബിളിലെ ഓരോ വാക്കും ദൈവാത്മപ്രേരിതമായി എഴുതിയതാണെന്നാണല്ലോ. അപ്പോൾ പൗലോസ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായിട്ടല്ലേ കൊരിന്തി ലേഖനം എഴുതിയത്? അതെ, പൗലോസ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിട്ടാണ് ഇത് എഴുതിയത്. ദൈവവചനം ദൈവാത്മപ്രേരിതമാണ്. ഞാനത് സംശയമെന്നേ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ പൗലോസ് എന്തേ തന്നെ കുറ്റപ്പെടുത്തുന്നു? കാരണം പൗലോസ് ഒരു മനുഷ്യനായതിനാൽ. അവൻ്റെ ഉള്ളിൽ വന്നത് അതുപോലെ എഴുതുവാൻ ദൈവം അനുവദിച്ചു. അങ്ങനെ താങ്കളും ഞാനും അറിയണം, പൗലോസ് അമാനുഷ്യനല്ല, വാസ്തവത്തിൽ മനുഷ്യൻ തന്നെയാണെന്ന്. അതുമാത്രമല്ല, അവൻ എത്രമാത്രം ആർദ്രതയുള്ളവനാണെന്നും സ്നേഹമുള്ളവനാണെന്നും താങ്കളും ഞാനും അപ്രകാരമായിരിക്കണമെന്നും ഈ ഭാഗം കാണിക്കുന്നു. എത്ര നല്ലൊരു പാഠമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നുമുള്ള ശരിയായ വാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് പറയുവാൻ സാധിച്ചത്, ഞാൻ ആശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷത്തിൽ കവിഞ്ഞിരിക്കുന്നു. ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. ഈ പ്രോഗ്രാം കേൾക്കുന്ന താങ്കൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് നേരത്തെ എങ്ങോ താങ്കളാൽ മുറിവേൽക്കപ്പെട്ട ആരെയോ കുറിച്ചായിരിക്കും, ഇല്ലേ? താങ്കൾക്ക് പോയി കാണുവാൻ സാധിക്കാത്ത ദൂരത്തിലുള്ള വ്യക്തിയാകുന്നു, അല്ലെങ്കിൽ സാധിക്കുന്ന ദൂരത്തുള്ള വ്യക്തിയാകുന്നു. എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ഇന്ന് തന്നെ താങ്കൾ പോയി കണ്ട് അല്ലെങ്കിൽ ഒരു കത്തെഴുതി ഒരു നല്ല ബന്ധത്തിൽ എത്തിച്ചേരുന്നില്ലേ? ദൂരെ എങ്ങോ ഉള്ള ആളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കത്തെഴുതുക. എന്നിട്ട് വാസ്തവത്തിൽ നിങ്ങൾ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞ് സംഗതി നേരെയാക്കുക. അങ്ങനെ ചെയ്താൽ താങ്കൾ ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? താങ്കൾ ആ വ്യക്തിയെ ശരിക്കും സന്തോഷമുള്ള വ്യക്തിയാക്കും. നാം എല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ മക്കദോന്യയിൽ എത്തിയ ശേഷവും
ഞങ്ങളുടെ ജഡത്തിനൊട്ടും സുഖമല്ല, എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം എന്ന് പൗലോസ് പറയുന്നു. ഇത് പൗലോസ് പറഞ്ഞപ്പോൾ വളരെ വ്യക്തിപരമായിട്ട് സംസാരിക്കുകയായിരുന്നു. തൻ്റെ ഹൃദയത്തിലെ യഥാർത്ഥ അവസ്ഥ അവൻ വിളിച്ചു പറയുകയായിരുന്നു. ഒരു ദൈവപൈതലിന് വാസ്തവത്തിൽ ഒരു സഹായമായിരിക്കുവാൻ താങ്കൾക്ക് സാധിക്കും. അതെ, ആ വ്യക്തിക്കൊരു ആശ്വാസമായിരിക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒടുവിലായി എന്നാണ് താങ്കളുടെ സഭാ ശുശ്രൂഷകൻ്റെ അടുത്ത് എന്ന്, അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ്റെ അടുത്ത് എന്ന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത്? എന്നാണ് ഒടുവിലായി താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്? അങ്ങനെ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാര്യം എന്നോട് പറയുകയും ചെയ്യുന്നതിനാൽ എനിക്കെന്ത് പ്രോത്സാഹനമാകുന്നു എന്നറിയാമോ? അത് തീർച്ചയായും വലിയ പ്രയോജനം ചെയ്യും. ഒരു പ്രോത്സാഹന വാക്ക്, ഒരു ആശ്വാസവചനം. പലപ്പോഴും വിമർശനം മാത്രമാണ് കേൾക്കാറുള്ളതല്ലേ? കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാത്തത് വലിയ തെറ്റാണ്. പൗലോസ് തുടർന്ന് പറയുന്നു, അവൻ്റെ വരവിനാൽ മാത്രമല്ല, അന്ന് നിങ്ങളെക്കൊണ്ട് ലഭിച്ച ആശ്വാസത്തിലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ നിങ്ങൾ തീത്തോസിനെ ആശ്വസിപ്പിച്ചു. തീത്തോസ് എന്നെ ആശ്വസിപ്പിച്ചു എന്നത്ര പൗലോസ് പറയുന്നത്. അത് എന്നെ ആശ്വസിപ്പിച്ചു അല്ലേ? ഞാൻ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് പ്രയോജനമുണ്ടെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലാക്കാം എന്ന് പൗലോസ് പറയുന്നു. അതെ, കൊരിന്ത്യർ പൗലോസിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയുവാൻ മടിക്കരുത്. അതവരെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് താങ്കളുടെ നാക്ക് പറഞ്ഞു പോകില്ല എന്നത് ഉറപ്പാണ്. പൗലോസ് പറയുന്നത്, ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. മാനസാന്തരവും കണ്ണുനീർ പൊഴിക്കുന്നതും ഒന്നല്ല എന്നിവിടെ നിന്നും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ഇവിടെ 10-ാം വാക്യത്തിലേക്ക് നമുക്കിനി വരാം. അവിടെ വായിക്കുന്നത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അനുതാപം എന്നുള്ളതിൻ്റെ ദൈവിക നിർവചനം ഇവിടെ കാണാം. യഥാർത്ഥ അനുതാപം. അനുതാപം തീർച്ചയായും മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നു. വിശ്വാസം, അതെ, അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. യഥാർത്ഥ അനുതാപം യേശുക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനസ്സ് രൂപാന്തരപ്പെടുന്നു. ഒന്നിൽ നിന്നും മാറി മറ്റൊന്നിലേക്ക് തിരിയുന്നു. തെസലോനിക്കരോട് പൗലോസ് കർത്താവിനെ പറ്റി പ്രസംഗിച്ചതേ ഉള്ളൂ. അവർ ബിംബാരാധികളായിരുന്നു. അവർ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ മറ്റാരും പറയാതെ അവർ ആ അന്യ ആരാധന നിർത്തി. മറ്റുള്ളവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ മതി, ജീവിതത്തിൻ്റെ വഴികളെ അവർ തന്നെ രൂപാന്തരപ്പെടുത്തും. വെറുതെ കണ്ണുനീർ പൊഴിക്കുന്നത് മാത്രം അനുതാപമാകയില്ല. അത് ലോകത്തിൻ്റെ വഴി. അത് മരണത്തിലേക്ക് നമ്മെ നയിക്കുകയുള്ളൂ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം കണ്ണീർ പൊഴിക്കാനല്ല, നേരെയുള്ള പാതയിലേക്ക് വരാനാണ്. കണ്ണീർ ചൊരിഞ്ഞതിന് ശേഷം പഴയ പാതയിലേക്ക് തന്നെയാണ് ഗമനമെങ്കിൽ എന്ത് പ്രയോജനം? ഇനിയും 11 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല, അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് മുൻപാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരാലും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷ നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. അവനോട് നിങ്ങളെക്കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്നു. കൊരിന്ത്യർ വാസ്തവമായി അനുദപിച്ചതിൽ പൗലോസ് അവരെ അഭിനന്ദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 15-16 വാക്യങ്ങളിൽ, അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവൻ്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. പൗലോസ് തൻ്റെ ഹൃദയം അവരുടെ മുൻപാകെ തുറന്ന് തൻ്റെ ഉള്ളിലുള്ള അത്യന്ത സന്തോഷം പ്രകടമാക്കുന്നു. അവൻ
ആശ്വസിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിന് ലഭിച്ച ദൈവിക ആശ്വാസമാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരുടെ മാനസാന്തരത്തിൽ ആശ്വാസം കൊള്ളുന്ന പൗലോസിൻ്റെ മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരാൾ രൂപാന്തരപ്പെട്ടപ്പോൾ പൗലോസിനുണ്ടായ സന്തോഷം എത്ര വലിയ സന്തോഷമായിട്ടാണ് ഇന്ന് നാം പഠിച്ച ഭാഗത്ത് അവനത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ മാറ്റത്തിൽ സന്തോഷിക്കുകയാണോ ചെയ്യാറുള്ളത്? ചിന്തിച്ചു നോക്കിക്കാട്ടെ. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നാം കാണുന്നത് വരെയും ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.